നമസ്കാരം. ഏവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് ഉപ്പ്. എന്നാൽ ഉപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. കാരണം മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് ഉപ്പ്. ഉപ്പ് ശരിയായ രീതിയിൽ വീടുകളിൽ വിനിയോഗിക്കുകയാണ് എങ്കിൽ അത് ആ വീടിന് സാമ്പത്തികപരമായ നേട്ടങ്ങളും ഉയർച്ചയും ദുരിതങ്ങളിൽ നിന്നും മോചനവും വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിൽ വർദ്ധിക്കുന്നതാണ്. അതിനായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഉപ്പ് എപ്രകാരം വിനിയോഗിക്കണം, ഇതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. വീടുകളിലുള്ള നെഗറ്റീവായ ഊർജത്തെ ഒഴിവാക്കുവാനും പോസിറ്റീവായ ഊർജത്തെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പ്. അതിനാൽ ഉപ്പ് ഒരു ചില്ല് ഗ്ലാസിൽ നിങ്ങളുടെ പ്രധാന വാതിലിന്റെ ഇരുവശത്തും ഉള്ളിലായി വയ്ക്കുന്നത് ഉത്തമമാകുന്നു. ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വയ്ക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ആരും കാണാത്ത രീതിയിൽ വയ്ക്കുന്നതാണ് കൂടുതൽ ശുഭകരം. ഇപ്രകാരം വയ്ക്കുന്നതിലൂടെ ചില പ്രധാനപ്പെട്ടതായ ഗുണങ്ങൾ ആ വീടിന് വന്നു ചേരും. മഹാലക്ഷ്മി ദേവി വീടുകളിൽ പ്രവേശിക്കുന്നത് പ്രധാന വാതിലിലൂടെയാണ്. നെഗറ്റീവ് ഊർജവും പോസിറ്റീവ് ഊർജവും പ്രധാന വാതിലിലൂടെ തന്നെ പ്രവേശിക്കുന്നു. അതിനാൽ പ്രധാന വാതിലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രധാന വാതിലിന്റെ ഇരുവശത്തും ഉപ്പ് വയ്ക്കുന്നതിലൂടെ നെഗറ്റീവായ ഊർജപ്രവാഹത്തെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആ വീടുകളിൽ പോസിറ്റീവായ ഊർജത്തെ നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കും. എന്നാൽ ഉപ്പ് ഇപ്രകാരം വയ്ക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ആഴ്ചയിൽ ഒരിക്കൽ ഉപ്പ് മാറ്റി സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ്. ഉപ്പ് വെള്ളത്തിൽ കലക്കി ആ വെള്ളം പുറത്ത് കളഞ്ഞതിന് ശേഷം മാറ്റി സ്ഥാപിക്കുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കും. ആ വീടുകൾക്ക് ഐശ്വര്യം വന്നു ചേരും. ഈ കാര്യം ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക.